നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് ദേശീയ വായനാ ദിനം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. മത്സ്യസമ്പത്ത് പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിലും വൃഷ്ടിപ്രദേശങ്ങളായ ചിറയംചാലിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജീവശാസ്ത്രജ്ഞൻ പ്രൊഫസർ ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ വായനാ ദിനം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനമാണിന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു. ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂൾ മുൻ മലയാളം അധ്യാപകൻ KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വായനാ ദിനം ഇന്നത്തെ തീയതി ജൂൺ 19. ഏത് ദിവസമാണ് വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ജൂൺ 19 എന്തുകൊണ്ടാണ് വായനാ ദിനമായത്? PN പണിക്കരുടെ ചരമദിനാണ്. അദ്ദേഹം മരിച്ച ദിവസമാണ്. ആരായിരുന്നു PN പണിക്കർ? PN പണിക്കർ ആരായിരുന്നു? പറഞ്ഞോ? PN പണിക്കർ ആരെങ്കിലും പറയുന്നുണ്ടോ? PN പണിക്കർ ആരായിരുന്നു? ഒരു അധ്യാപകനായിരുന്നോ? അല്ല. അദ്ദേഹം കേരളത്തിലെ വായനയെ പ്രോത്സാഹിപ്പിക്കാനും വായനശാലകൾ സ്ഥാപിക്കാനും വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു മഹാനായിരുന്നു PN പണിക്കർ. പൊതുവായി നാരായണ പണിക്കർ. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ ഇന്ന് കാണുന്ന പോലെ എല്ലാ സ്ഥലത്തും വായനശാലകൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വായനശാലകൾ ഇല്ലാതിരുന്ന കാലത്ത് അക്ഷരാഭ്യാസം ചെയ്യാത്ത ആളുകളായിരുന്നു കൂടുതൽ. നമ്മളെ പോലെ എഴുത്തും വായന അറിയുന്നവരെ കുറവുണ്ടായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത കാലത്ത് ആ എഴുത്തും വായനയും പ്രോത്സാഹിപ്പിക്കാനും ആളുകളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാനും വായനയെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു മഹാനായിരുന്നു PN പണിക്കർ. നികിത K വിനോദ് കുമാർ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലി. പ്രധാനാധ്യാപിക US ജയലക്ഷ്മി, K മധു, സംഗീത അധ്യാപകൻ R കൃഷ്ണരാജ്, അഞ്ജന S മേനോൻ എന്നിവർ സംസാരിച്ചു. KN സഫ്ന വായനാ ദിന പ്രസംഗം നടത്തി. പുസ്തകാസ്വാദനം, കവിതാലാപനം, ഗാനാലാപനം, ആസ്വാദനക്കുറിപ്പ്, അക്ഷരമരം നിർമ്മിക്കൽ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയപാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത്. അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായി എത്തുന്നത്. ദേശീയപാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പരാതി ഉയർന്നിരുന്നു. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മീഡിയ ടൈം, പുതുക്കാട്. അന്നമനട ഗ്രാമപഞ്ചായത്ത്, കൊച്ചി കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാടൻ മത്സ്യസമ്പത്ത് പുനരുജ്ജീവനം പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിലും വൃഷ്ടിപ്രദേശങ്ങളായ ചിറയംചാലിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കുഫോസിന്റെ വൈസ് ചാൻസലറും
ജീവശാസ്ത്രജ്ഞനുമായ പ്രൊഫസർ ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ അത്ര വലുപ്പമില്ലാത്ത ഡോക്ടർ ഷാജി വിളിച്ചിട്ട് ഞാൻ ചെറിയ പരിപാടിയിൽ സംഘടിക്കാനായിട്ട് ഇവിടെ പങ്കെടുക്കാനായിട്ട് എത്തി. അതാണ് ഞാൻ ഷാജി എന്നാണ് തുടങ്ങുന്നത്. ഡോക്ടർ ഷാജിയെ എനിക്ക് ഞാൻ എൻ്റെ ഗവേഷണമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവായിട്ട് ജോലിക്ക് വരുന്നത് ഒറ്റപ്പാലത്ത് സർവീസ്. അന്ന് എനിക്ക് ഗവേഷണം പൂർത്തിയാക്കിയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. ഏതാണ്ട് ഒരു 32 കൊല്ലം മുമ്പ്. അന്ന് എൻ്റെ ആദ്യത്തെ ഗവേഷണം എന്ന് പറയുന്നത് ഭാരതപ്പുഴയിലെ മത്സ്യസമ്പത്താണ്. ഭാരതപ്പുഴയുടെ അങ്ങേറ്റം വീണ്ടും നടന്നിട്ട് മത്സ്യങ്ങളെല്ലാം ശേഖരിച്ച് ഈ മത്സ്യങ്ങളെല്ലാം തിരിച്ചറിയണം. അങ്ങനെയാണ് അന്ന് കേരളത്തിൽ മത്സ്യം എന്ന് കേട്ടാൽ ഷാജി പറഞ്ഞു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശീയ ഇനങ്ങളായ മഞ്ഞക്കൂരി അഥവാ യെല്ലോ ക്യാറ്റ്ഫിഷ്, കുറുവ അഥവാ ഒലിവ് ബാർബ് എന്നിവയുടെ 1500-ലധികം പൊരുന്ന മത്സ്യങ്ങളെയും കുഞ്ഞുങ്ങളെയുമാണ് ചാലക്കുടി പുഴയിലും വൃഷ്ടിപ്രദേശങ്ങളായ ചിറയംചാലിലുമായി നിക്ഷേപിച്ചത്. പ്രശസ്ത ഇക്തിയോളജിസ്റ്റും തദ്ദേശവാസിയുമായ ഡോക്ടർ CP ഷാജി, സർവകലാശാല ഫിഷറീസ് റിസോഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ MK സജീവൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK സതീശൻ, വാർഡംഗം ഷിജു CK എന്നിവർ നിക്ഷേപ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കൂരി പ്രകൃതി വിഭവ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര യൂണിയന്റെ ചുവപ്പ് പട്ടികയിലുള്ള വംശനാശന ഭീഷണിയിലുള്ള മത്സ്യയിനമാണ്. നദികൾ, പാടശേഖരങ്ങൾ എന്നിവയിലെ മലിനീകരണം, അമിത ചൂഷണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ തുടങ്ങി നിരവധി ഭീഷണികൾ ഒരു കാലത്ത് നാട്ടിൽ സുലഭമായിരുന്ന ഇത്തരത്തിലുള്ള നാടൻ മത്സ്യ ഇനങ്ങളുടെ വംശസംഖ്യയിൽ ഗണ്യമായി കുറവ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മത്സ്യങ്ങളുടെ വർധനവാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന അന്നമനട അത്താണി റോഡിലെ കുഴികൾ അടച്ച് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പാലിശ്ശേരി ഭാഗത്ത് റോഡിലെ വലിയ കുഴികളിൽ വീണ് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഗതാഗത യോഗ്യമല്ലാത്ത ദുരവസ്ഥയിലാണ് കേരളം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 12 കൊല്ലം മുമ്പ് UDF MLA TN പ്രതാപൻ നിർമ്മിച്ച ഈ റോഡ്, അതിനുശേഷം ഈ റോഡിലൊരു മെയിൻ്റനൻസോ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണികളോ നടത്താതെ ഈ റോഡ് ഈ രീതിയിൽ താറുമാറാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും അതുപോലെ പ്രാദേശിക സർക്കാരായിട്ടുള്ള പഞ്ചായത്തിനും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇവർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവർക്ക് സമരം ചെയ്താലേ, ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചാൽ മാത്രമേ അവർ എന്തെങ്കിലും ചെയ്യുന്നുള്ള സ്ഥിതിയിലാണിപ്പോൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ജംഗ്ഷനിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന 2 സമരങ്ങൾ. ആ സമരങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകത്തക്ക നിലയിലുള്ള സൗകര്യം PWD ഒരുക്കിയത്. യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ് അന്നമനട, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK തിലകൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, മുൻ മണ്ഡലം പ്രസിഡന്റ് TK രമേശൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ശരത് മോഹൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ PS മധു, VA ഫസലുദ്ദീൻ, വാർഡ് പ്രസിഡന്റ് VK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ എന്നിവർ സംബന്ധിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാള സർക്കാർ മോഡൽ LP സ്കൂളിലെ പുതിയ ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് കെട്ടിടം പണി പൂർത്തീകരിക്കാനും അതേപോലെ ഓരോ പോരായ്മകളും നമ്മുടെ HMമാർ മാറി മാറി വരുന്ന എല്ലാ HMമാരും ഒന്നിനൊന്ന് മെച്ചമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ സ്കൂളിലേക്ക് എത്തിച്ചേർന്നത്. ഓരോ അവസരവും അവരെ വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ എല്ലാ ഫണ്ടുകളും നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കുന്ന തരത്തിലാണ് ഭരണസമിതി മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ 8 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഈ ഇരിപ്പിടം, മേശി കസേരയായാലും എന്ത് ഇതുകളായാലും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് ആക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ പോകുന്നത്.
നമ്മളുടെ സംസ്ഥാന സർക്കാർ എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ വിദ്യാലയമായ നമ്മുടെ ഈ GMLP സ്കൂൾ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ, പ്രധാന അധ്യാപിക PA വിൻസി തുടങ്ങിയവർ സംസാരിച്ചു. PT അംഗങ്ങൾ, കുട്ടികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. CPIM മാള ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധം കെട്ടഴിച്ചുവിട്ട് ലോകത്തിലെ ഇറാനിലെ ജനതയെ, സമാധാനകാംക്ഷികളായ ജനങ്ങളെ, നിരപരാധികളെ കൊന്നൊടുക്കുന്ന കാഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു ലോകയുദ്ധത്തിലേക്ക്, മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ആണ് ഈ പോക്ക് എന്നത് തർക്കരഹിതമായ വസ്തുതയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് തെമ്മാടി രാഷ്ട്രം എന്ന പദവിക്ക് അർഹമാണ്. പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ വായനാ ദിനം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. മത്സ്യസമ്പത്ത് പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടി പുഴയിലും വൃഷ്ടിപ്രദേശങ്ങളായ ചിറയംചാലിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജീവശാസ്ത്രജ്ഞൻ പ്രൊഫസർ ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.